نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الناس أوصيكم وإياي أولا بتقوى الله يا رب بهمانا പട്ടാ വിശ്വാസിനികൾ, നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ മഹത്വമുള്ള അള്ളാഹു സുബ്ഹാനഹു തആല പവിത്രമാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള മാസത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ മാസം, അത് അള്ളാഹു സുബ്ഹാനഹു തആല പോരിശയുണ്ടെന്നും മഹത്വമുണ്ടെന്നും മറ്റുള്ള മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പവിത്രമാണെന്നും വിശേഷിപ്പിച്ചിട്ടുള്ള മാസമാണ്. അതുമാത്രമല്ല, ആ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വളരെ മഹത്വമുള്ള, ദുനിയാവിൽ അഫ്ളലു അയ്യാമിദ് ദുനിയ, ദുനിയാവിൽ മനുഷ്യൻ കഴിച്ചുകൂട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം അത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചില ചിന്തകളും ചില ആലോചനകളും ഈ പവിത്രമാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ചില കാര്യങ്ങൾ അല്ലാഹു മറ്റിൽ നിന്നും വ്യത്യസ്തമായി പവിത്രത നൽകും, മഹത്വം നൽകും. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് അതാണ് പരിശുദ്ധ ഖുർആനിൽ. റബ്ബുക, തീർച്ചയായും നിന്റെ രക്ഷിതാവ്, യഖ്ലുഖു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നതിന് അല്ലാഹു സൃഷ്ടിക്കുന്നതാണ്. മാസങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചതാണ്, ദിനരാത്രങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചതാണ്, രാപ്പകലുകളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അള്ളാഹിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളിൽ നിന്നും അള്ളാഹു ഉദ്ദേശിക്കുന്നതിന് അള്ളാഹു തെരഞ്ഞെടുക്കുന്നതാണ്, മഹത്വമുള്ളതാക്കിക്കൊണ്ട് പവിത്രമായി മാറ്റിക്കൊണ്ട് അള്ളാഹു ചില സൃഷ്ടികളെ തിരഞ്ഞെടുക്കുന്നതാണ് എന്ന്. അത്തരത്തിൽ അള്ളാഹു തിരഞ്ഞെടുത്ത മാസവും ദിവസങ്ങളുമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഗാഫിലായിക്കൂടാ, അശ്രദ്ധയിലായിക്കൂടാ.
കാരണം ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത ദിവസങ്ങളാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 10 ദിവസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി വഅഅളമുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ദുനിയാവിലെ ദിവസങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായതും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള അമലു സ്വാലിഹാത്തുകൾ ഉള്ളത് ഈ 10 ദിവസങ്ങളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണോ ഈ 10 ദിവസങ്ങളിൽ എന്തെങ്കിലും അമലു സ്വാലിഹാത്തുകൾ ചെയ്യുക എന്നുള്ളത്? എന്ത് അമലെന്ന് റസൂൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല. എല്ലാ അമലും ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് അമലാണെങ്കിലും അത് അള്ളാഹ്ക്ക് അങ്ങേയറ്റം പ്രിയങ്കരമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ളതാണ്. ഒരു സഹാബി ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്, റസൂലെ, ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് ഈ 10 ദിവസങ്ങളിൽ ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒരിക്കലും അശ്രദ്ധമായിക്കൂടാ. പണ്ഡിതന്മാർക്കിടെ 2 അഭിപ്രായങ്ങളുണ്ട്. റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളാണോ മഹത്വമുള്ളത്, അതല്ല ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസമാണോ മഹത്വമുള്ളത്? അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ചില മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാര് പറയുന്നത്, റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലെ രാത്രികൾ, നമ്മൾ ഏത്തികാഫ് ഇരിക്കുന്ന, അതേപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന റമളാനിന്റെ അവസാനത്തെ 10 രാത്രികൾ അത് മഹത്വമുള്ളതാണ്. എന്നാൽ അതേപോലെ മഹത്വവും പവിത്രവുമാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പകലുകൾക്ക് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അത് തെളിവുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ മുമ്പ് ചില ഖുതുബകളിൽ സൂചിപ്പിച്ചതുപോലെ മഹത്വവും പ്രാധാന്യവുമുള്ള കാര്യങ്ങളെ കൊണ്ടല്ലാതെ അള്ളാഹു സത്യം ചെയ്തു പറയുകയില്ല. പരിശുദ്ധ ഖുർആനിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അള്ളാഹു പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞത്, അതിനൊക്കെ ചില മഹത്വങ്ങളും മനുഷ്യന്റെ ദൃഷ്ടിയിൽ ചില പ്രാധാന്യങ്ങളുമുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞൊരു കാര്യം, വൽ ഫജ്രി വലയാലിൻ അശ്ർ, വൽ ഫജ്ർ പുലരി തന്നെയാണ് സത്യം, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ 10 രാത്രികൾ തന്നെയാണ് സത്യം. ഏതാണ് 10 രാത്രികൾ? മുഫസ്സിറുകൾ വിശദീകരിച്ചത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കാര്യത്തെ സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ അതേറെ മഹത്വമുള്ളതും പ്രാധാന്യം അർഹിക്കുന്നതുമായിരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹീഹായ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ അയ്യാമിൻ അഅളമു ഇൻദല്ലാഹി വഅഹബ്ബു ഇലൈഹി, ദുനിയാവിലെ ദിവസങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായതും ഇഷ്ടപ്പെട്ടതും അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളതും അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ളതുമായ ഒരു ദിവസങ്ങളുമില്ല. മിൻ ഹാദിഹിൽ അശ്രി, ഈ 10 ദിവസങ്ങളേക്കാൾ. ഈ 10 ദിവസം പുണ്യമേറിയതാണ്, ഒരുപാട് മഹത്വങ്ങളുള്ളതാണ്. റമളാനിന്റെ അവസാനത്തെ 10 നമ്മൾ എത്രത്തോളം നന്മകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുന്നുവോ, അതേപോലെ സൃഷ്ടികളായ ഓരോ മനുഷ്യരും റബ്ബിന്റെ അടുക്കലേക്ക് അടുക്കുകയും അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുകയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ട 10 ദിവസങ്ങളാണ് പ്രിയമുള്ളവരെ ഇതാ വരാനിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. റമളാനിന്റെ അവസാനത്തെ 10 മഹത്വമുള്ള ആയതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ രാത്രികളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം. അതേപോലെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പ്രഭാതങ്ങളിൽ, രാവുകളിൽ, പകലുകളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅക്തിറൂ ഫീഹിന്ന, ആ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കുക.
മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. നിങ്ങൾ തക്ബീറും തഹ്മീദും തഹ്ലീലും നിങ്ങൾ വർദ്ധിപ്പിക്കുക. അതായത് നമ്മൾ സാധാരണ പെരുന്നാളിന് പറയുന്ന തക്ബീറാത്തുകൾ നിങ്ങൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നർത്ഥം. ഈ 10 ദിവസങ്ങളിലും മുത്തലഖായിക്കൊണ്ട് നിങ്ങൾ തക്ബീറാത്തുകൾ അധികരിപ്പിക്കുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജ 1 മാസം കണ്ട അന്ന് അദ്ദേഹം അങ്ങാടികളിലേക്ക് പോകും. അങ്ങാടിയിൽ ചെന്ന് അദ്ദേഹം ഉച്ചത്തിൽ തക്ബീർ പറയും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ ഉച്ചത്തിൽ തക്ബീർ പറഞ്ഞുകൊണ്ട് അങ്ങാടിയുടെ തെരുവോരങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ നടക്കും. സഹാബാക്കൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ തക്ബീർ കേട്ടിട്ട് ജനങ്ങൾ എന്റെ കൂടെ തക്ബീർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്, ഒരു സുന്നത്തിനെ ഹയാത്താക്കാൻ. ദുൽഹിജ്ജ മാസം കണ്ട അന്ന് മുതൽ ദുൽഹിജ്ജ 10 വരെ, അതല്ലെങ്കിൽ അയ്യാമുത്ത തശ്രീഖിന്റെ അസ്ർ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ് നിങ്ങൾ തക്ബീറുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. ചില ഹദീസുകളിൽ കാണാം, നിങ്ങൾ ദുൽഹിജ്ജ 10ന്റെ അന്ന് അറവിന് വേണ്ടി കൊണ്ടുവന്ന ബലിമൃഗത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, അതിന് തക്ബീർ ചൊല്ലണം. കാരണം വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അല്ലാഹുവിന്റെ ശിആറുകളെ, അല്ലാഹുവിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കുന്നത് തഖ്വയുള്ള ഹൃദയത്തിന്റെ ഉടമകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ശിആറായ ബലികർമ്മത്തിനു വേണ്ടി കൊണ്ടുവന്ന മൃഗത്തെ കാണുമ്പോൾ നിങ്ങൾ തക്ബീർ പറയണമെന്നും ഒരുപാട് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് സലഫുകളുടെ ഉദ്ധരണികളും ആവശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്രത്തോളം പ്രിയമുള്ളവരെ, തക്ബീറാത്തുകൾ അധികരിപ്പിക്കേണ്ട ദിവസങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അശ്രദ്ധമായിക്കൂടാ. ഒരു ഭാഗത്ത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ, മറുഭാഗത്ത് സാമുദായിക പ്രശ്നങ്ങൾ, മറുഭാഗത്ത് വെള്ളക്കെട്ടുകളും വെള്ളപ്പാച്ചലുകളും മഴക്കെടുതികളും, അതിലൊക്കെ മശ്ഗൂലായി, അതിലൊക്കെ വ്യാപൃതരായി നമ്മൾ ചെയ്യേണ്ട അമലുകൾ നമ്മൾ മറന്നുപോയിക്കൂടാ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അതുപോലെ സഞ്ചരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ജോലി തിരക്കിനിടയിലും തക്ബീറാത്തുകൾ നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഈ 10 ദിവസങ്ങളിൽ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദുൽഹിജ്ജയുടെ ഈ 10 ദിവസങ്ങൾക്ക് ഇത്തരത്തിൽ മഹത്വം കിട്ടാനുള്ള ചില കാരണങ്ങളുണ്ട്. കാരണം വമിൻഹാ യൗമു അറഫ, ഈ 10 ദിവസത്തിൽ 1 ദിവസമാണ് ദുൽഹിജ്ജ 9ന്റെ അന്ന് അറഫ ദിവസം. അറഫ ദിവസത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഭൂമി ലോകത്തുള്ള സകല മനുഷ്യരും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അറഫ മരുഭൂമിയിൽ ഒരേ വസ്ത്രത്തിൽ ഒരേ ശബ്ദത്തിൽ റബ്ബിന്റെ മുന്നിൽ അണിനിരന്നുകൊണ്ട് ഒരുമിച്ചുകൂടി തക്ബീറിന്റെ ധ്വനികളോടെ ഓരോരുത്തരും ആത്മാർത്ഥമായി റബ്ബിലേക്ക് കൈകൾ ഉയർത്തുന്ന അറഫ മരുഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, മാ മിൻ യൗമിൻ അക്തറു മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമി ലോകത്തിലെ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്നും അടിമകളെ മോചിപ്പിക്കുന്നത് അത് അറഫ ദിവസമാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല അറഫ മരുഭൂമിയിൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഒരുമിച്ച് കൂടിയ ഹാജിമാരെ നോക്കിക്കൊണ്ട് വയുബാഹി ബിഹിമുൽ മലായിക, മലക്കുകളോട് അള്ളാഹു അഭിമാനം പറയും, ഫഖർ പറയും, കണ്ടില്ലേ നിങ്ങൾ എന്റെ അടിമകളെ. അന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ, എന്തിനാണ് റബ്ബേ നിങ്ങൾ ഭൂമിയിൽ രക്തച്ചൊരിച്ചലുകളും ഭൂമിയിൽ പ്രശ്നങ്ങളും ഫസാദുകളും ഉണ്ടാക്കുന്ന മനുഷ്യവർഗത്തെ നിങ്ങൾ എന്തിനു സൃഷ്ടിക്കണമെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? അന്ന് ഞാൻ പറഞ്ഞില്ലേ, വഅഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം. അന്ന് ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കുകയും എന്നിട്ട് ആ മനുഷ്യൻ ഇതാ ഇന്ന് എന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അവിടെ മുതലാളി എന്നില്ല, തൊഴിലാളി എന്നില്ല, രാജാതിർത്തികൾ അവർ വ്യത്യസ്തമാക്കുന്നില്ല, ഭാഷകളും വർണ്ണങ്ങളും വ്യത്യസ്തമാക്കുന്നില്ല, ഒരേ ശബ്ദത്തിൽ ഒരേ വസ്ത്രത്തിൽ ഒരേ മാനസികാവസ്ഥയിൽ എല്ലാവരും ആ അറഫ മരുഭൂമിയിൽ നിന്നിതാ എനിക്ക് നേരെ കൈയുയർത്തിക്കൊണ്ട് എന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് എന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരിതാ എന്റെ അടുക്കിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. എന്നിട്ട് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു തആല അഭിമാനത്തോടെ പറയും. എന്നിട്ട് അള്ളാഹു ചോദിക്കും മലക്കുകളോട്, അള്ളാഹുവിനെ അറിയത്തന്നെ അള്ളാഹു ചോദിക്കും മലക്കുകളോട്, എന്താണ് ഇവർ പ്രതീക്ഷിക്കുന്നത്, എന്താണ് ഇവർ എന്നെ ആഗ്രഹിക്കുന്നത്? അവർ എന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും എന്റെ അദാബിനെ പേടിക്കുകയും അങ്ങനെ എന്റെ കൽപ്പനക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഈ അറഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവരെന്താണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? മലക്കുകൾ പറയും, അവർ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൻ നിന്റെ പാപമോചനവും നിന്റെ നരകമോചനവുമാണ്.
അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ആ മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനിതാ ഇത്രയും മനുഷ്യരെ ആ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിൽ അടിമകളെ മോചിപ്പിക്കുന്ന ദിവസം അറഫ ദിവസം, ഈ ദുൽഹിജ്ജ 10 ദിവസത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത, നമ്മൾ പെരുന്നാളിന്റെ ദിവസം എന്ന് പറയുന്ന യൗമുൻ നഹർ, ദുൽഹിജ്ജ 10ന്റെ അന്ന്, ആ ദുൽഹിജ്ജ 10ന്റെ അന്നിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല യൗമുൻ നഹറായി സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയുന്ന ദീർഘമായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകന്റെയും ത്യാഗപൂർണമായ ജീവിതത്തെ അനുസ്മരിക്കുക എന്നോണം അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമി ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഓരോ മനുഷ്യനും നിർബന്ധമാക്കിയിട്ടുള്ള ബലികർമ്മം എന്ന ഒരു അമലിനെ, ഒരു പ്രവൃത്തിയെ അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചത് യൗമുൻ നഹർ, ദുൽഹിജ്ജ 10ന്റെ അന്നാണ്. അടിമത്വം അല്ലാഹുവിന് സമർപ്പിച്ച്, ഞാൻ നിന്റെ അടിമ മാത്രമാണ് റബ്ബേ, അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, നീ എന്താണോ പറയുന്നത് അതനുസരിക്കാനും അത് പ്രവർത്തിക്കാനും ഞാനിതാ നിന്റെ മുന്നിൽ സന്നദ്ധനാണ് എന്ന് പറയുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ പ്രവൃത്തിയെ സ്മരണ എന്നോണം ഖിയാമത്ത് നാൾ വരെ ഓർമ്മിക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു നിയമമാക്കിയ ബലികർമ്മം അള്ളാഹു നിശ്ചയിച്ചത് ദുൽഹിജ്ജ 10ന്റെ അന്നാണ്. ആ മഹത്തായ അമലും ഈ ദുൽഹിജ്ജ 10 ദിവസത്തിലാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, റമളാനിന്റെ ദിനരാത്രങ്ങളെക്കാൾ പവിത്രവും മഹത്വവുമാണ് ഈ ദിവസങ്ങൾ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത്. അത് മാത്രമല്ല, സലഫുകളായ പണ്ഡിതന്മാർ പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന അമലുകൾ, ആ അമലുകളുടെ കൂട്ടത്തിൽ ഈ മാസത്തിലാണ് എല്ലാ അമലുകളും ഒന്നിച്ചു വരുന്നത്. ഹജ്ജും നോമ്പും അതേപോലെ തന്നെ സകാത്തും നമസ്കാരവും ഷഹാദത്തും എല്ലാ അമലുകളും സമ്മേളിക്കുന്നത് ഈ 10 ദിവസത്തിലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല തർത്തീബ. ദുൽഹിജ്ജ 10 ദിവസങ്ങളിലാണ് അള്ളാഹു ഇബാദത്തിന്റെ ഉമ്മഹാത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഇബാദത്തുകൾ സമ്മേളിക്കുന്നത് ഈ 10 ദിവസത്തിലാണ്. അതും ഈ ദിവസങ്ങൾക്ക് മഹത്വം നൽകപ്പെടാൻ കാരണമായിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മഹത്തമായ ദിവസങ്ങളിൽ നമ്മൾ അശ്രദ്ധമായി കൂടാ, വളരെ ഗൗരവത്തോടുകൂടി ജാഗ്രതയോടുകൂടി അള്ളാഹു നൽകിയ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ചില അമലുകൾ, ചില പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചില ഇബാദത്തുകൾ, അതിലൊന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് തൗബ ചെയ്യുക എന്നുള്ളതാണ്. കാരണം തൗബയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക മാസമോ ദിവസമോ എന്ന് കണക്കില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും തൗബ കൊണ്ട് മനുഷ്യൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ ഒരു ദിവസം ഞാൻ ഒരു ദിവസം 70 പ്രാവശ്യം, അതല്ലെങ്കിൽ മറ്റു ചില റിവായത്തുകളിൽ ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം അള്ളാഹുവിന്റെ അടുക്കൽ തൗബ ചെയ്ത് മടങ്ങാറുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു അമലാണ് പ്രിയമുള്ളവരെ ഈ മഹത്തമായ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ അമൽ. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ അല്ലാഹുവിലേക്ക് നസൂഹായ തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക. പണ്ഡിതന്മാർ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല മഹത്വം നൽകിയ, പ്രാധാന്യം നൽകിയ ഈ ദിവസങ്ങളിൽ ഒരാൾ തൗബ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ തയ്യാറായാൽ അള്ളാഹു പെട്ടെന്ന് അടിമയെ സ്വീകരിക്കും. കാരണം അത് അള്ളാഹു അടിമകൾക്ക് വേണ്ടി ഓഫറായി വെച്ചിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പൊ ആ ദിവസങ്ങൾ ഒരാൾ തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറായാൽ അള്ളാഹു അടിമയെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അധികരിപ്പിക്കേണ്ട ഒന്നാമത്തെ അമല് തൗബ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് ഈ മാസത്തിലെ ഈ 10 ദിവസങ്ങളാണ്. ദുൽഹിജ്ജ 8 ആരംഭിക്കുന്ന ഹജ്ജ് യൗമു തർവിയ മുതൽ തുടങ്ങി യൗമു അറഫ, അതേപോലെ മിന, മുസ്ദലിഫ, അങ്ങനെ അവസാനം അയ്യാമു തശ്രീഖിന്റെ ദുൽഹിജ്ജ 13 അവസാനിക്കുന്ന ഹജ്ജിന്റെ കർമ്മങ്ങൾ. ആ ഹജ്ജിന്റെ കർമ്മങ്ങൾ 5 ദിവസം ആരംഭിക്കുന്നതും ഈ 10 ദിവസത്തിനിടയിലാണ്. അതുകൊണ്ടാണ് ഈ സമയങ്ങളിൽ ഹജ്ജിന്റെ മാസമായും ഹജ്ജിന്റെ ദിവസമായും പണ്ഡിതന്മാര് പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മബ്റൂറായ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ മടക്കി അവന്റെ കുടുംബത്തിലേക്ക് അയക്കുന്നത് കയൗമി വലദതുഹു ഉമ്മുഹു,
അവന്റെ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ്. പാപരഹിതമായ ഹൃദയത്തോടു കൂടിയായിരിക്കും അള്ളാഹുവിനെ മടക്കി കുടുംബത്തിലേക്ക് അയക്കുക. കാരണം ഹജ്ജിന്റെ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹജ്ജുൻ മബ്റൂറുൻ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജ് ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ ആ ഹജ്ജിലൂടെ അവൻ അള്ളാഹു നൽകുന്ന പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. എന്താണ് ഈ മബ്റൂറായ ഹജ്ജ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു ഹജ്ജ് സ്വീകരിക്കപ്പെടണമെങ്കിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹജ്ജിന് പോയവർക്കും അതേപോലെ പോകാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ചില 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ഹജ്ജിൽ സമ്മേളിക്കാതെ നമ്മുടെ ഹജ്ജ് മബ്റൂറാകുകയില്ല, അതായത് സ്വീകരിക്കപ്പെടുകയില്ല. മബ്റൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഖ്ബൂൽ, സ്വീകരിക്കപ്പെട്ടത്. നമ്മുടെ ഹജ്ജ് സ്വീകരിക്കപ്പെടണമെങ്കിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തത് അൽ ഇഖ്ലാസു ലില്ലാഹ്, തൗഹീദ. തൗഹീദില്ലാത്ത മനുഷ്യന്റെ അമലുകൾ അത് വെള്ളത്തിൽ ചിത്രം വരയ്ക്കുന്നവനെ പോലെയാണ്. ഒരു അമൽ അല്ലാഹു സ്വീകരിക്കുകയില്ല തൗഹീദിലൂടെ അല്ലാതെ. തൗഹീദിലൂടെ അല്ലാതെ ഒരു മനുഷ്യൻ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയാണെങ്കിൽ ചില കാട്ടിക്കൂട്ടലുകൾ എന്നതല്ലാതെ ആ ഹജ്ജിലൂടെ അള്ളാഹു നൽകുന്ന പ്രതിഫലം ആ മനുഷ്യന് ലഭിക്കുകയില്ല. വളരെ ഖേദകരം എന്ന് പറയട്ടെ, ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടുമ്പോൾ പറയുന്നത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവെ ഞാനിതാ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് വന്നിരിക്കുകയാണ്. പണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ വിളി, ആ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞാനിതാ നിന്റെ കഅബാലയം ലക്ഷ്യമാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. നീ പറഞ്ഞതുപോലെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നീ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിന്റെ കൽപ്പനക്ക് അംഗീകരിച്ചുകൊണ്ട് നിന്റെ അടുക്കലേക്ക് നിന്റെ ബൈത്തിലേക്ക് ഞാനിതാ വന്നിരിക്കുകയാണ്. ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹുവേ നിനക്കൊരു പങ്കാളിയുമില്ല, നിനക്കൊരു ശരീക്കുമില്ല, നിനക്കൊരു കൂട്ടാളിയുമില്ല, നിന്നെ കൂടാതെ സഹായിക്കുന്നവനില്ല, നിന്നെ കൂടാതെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആരുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന മനുഷ്യൻ ആ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ ഖേദകരം എന്ന് പറയട്ടെ, ഇല്ലാത്ത ജാറങ്ങളിലും എല്ലാ മഖ്ബറകളിലും ചെന്ന് അവരോട് പൊരുത്തം വാങ്ങി അവരെ തവാഫ് ചെയ്ത് ഓരോ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് മനസ്സിൽ ശിർക്കിന്റെ കുന്നുകൂടി കൂമ്പാരമായിക്കൊണ്ട് ഹജ്ജിന് വേണ്ടി പോയിട്ട് അവിടെ ചെന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ നിനക്കൊരു പങ്കാളിയുമില്ല എന്ന്. എത്ര ആഭാസത്തരം, എത്ര കള്ളത്തരം, ചെറ്റത്തരം എന്ന് പറയുന്ന റബ്ബിനോട് കാണിക്കുന്ന വഞ്ചന. അതൊരിക്കലും പ്രിയമുള്ളവരെ നമ്മുടെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല. ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ പ്രിയമുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഹജ്ജ് എന്ന് പറയുന്നത് അടിമത്തം സമർപ്പിക്കലാണ്. ഒരല്ലാഹുവിന്റെ അടിമ അള്ളാഹു പറയുമ്പോൾ വസ്ത്രങ്ങൾ അഴിച്ചു, അള്ളാഹു പറഞ്ഞതുപോലെ വസ്ത്രം ധരിച്ചു. ഒരുപക്ഷെ അവൻ നാട്ടിൽ ധനികനായിരിക്കാം, സമൂഹത്തിൽ മാന്യനായിരിക്കാം, പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു തുണി ഉടുക്കാനും ഒരു തുണി പുതക്കാനും, അതേപോലെ തന്നെ അന്തസ്സുള്ള തറവാട്ടിൽ ജീവിക്കുന്ന ഒരു പെണ്ണ് തന്റെ മുഖവും തന്റെ കൈകാലുകളും മറച്ചുകൊണ്ട് അന്യന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാതെ അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു മുസ്ലിം പെണ്ണിനോട് റബ്ബിന്റെ കൽപ്പന, നിന്റെ മുഖം അത് തുറന്നിടണം, ഇഹ്റാമോടുകൂടി നിന്റെ മുഖം മറക്കൽ ഹറാമാണ്, നീ മുഖം തുറന്നിടണം. ആ പെണ്ണ് സ്വീകരിക്കാൻ തയ്യാറായി. എന്തുകൊണ്ട്? ഇത് ഉബൂദിയത്ത്, അടിമത്തം അല്ലാഹുവിന് സമർപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ എടുത്തു നോക്കിയാലും നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ യുക്തിക്കോ ഒരു പ്രസക്തിയുമില്ലാത്ത അമലുകൾ. കല്ലുകൊണ്ട് കെട്ടിത്തീർത്ത ഒരു കഅബാലയത്തിന് ചുറ്റും വലയം ചെയ്യണം, അതേപോലെ തന്നെ 2 മലകൾക്കിടയിൽ നമ്മൾ ഓടണം, അതേപോലെ തന്നെ അറഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടണം ഒരു പകല് മുഴുവനും, അതേപോലെ മുസ്ദലിഫയിൽ ഒരു രാത്രി മുഴുവൻ ഒരു ടെന്റില്ലാതെ മരുഭൂമിയിൽ ആകാശം നോക്കി കിടന്നുറങ്ങണം, അതേപോലെ മിനയിലും അവിടെ ടെന്റ് കെട്ടി ടെന്റിന്റെ ഉള്ളിൽ താമസിക്കണം. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും ചേരാത്ത രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ അള്ളാഹു ഹജ്ജിന് സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ അടിമത്തം സമർപ്പിക്കലാണ്. അവിടെ ബുദ്ധിക്കോ യുക്തിക്കോ നമ്മുടെ ചിന്തകൾക്കോ പ്രസക്തിയില്ല. എന്റെ റബ്ബ് എന്തു പറയുന്നുവോ അത് അതേപടി അംഗീകരിക്കുന്നു. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഖാല ഇന്നി അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ നീ എന്ത് കൽപ്പിച്ചാലും നീ എന്ത് പറഞ്ഞാലും അത് അതേപടി അനുസരിക്കുകയും അതേപടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് അടിമയായ എന്റെ ഉത്തരവാദിത്തമാണ്. ഞാനിതാ നിനക്കിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എപ്പോ? തന്റെ മകനെ അറുക്കാൻ കൽപ്പിച്ചപ്പോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ നിന്നും നാട് വിട്ട് അദ്ദേഹം മക്കയിലേക്ക് എത്തി. മക്കയിൽ കഅബാലയത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം തന്റെ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചു. തിരിച്ച് ഇറാഖിലേക്ക് യാത്ര തിരിച്ചു. 7 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു മക്കയിലേക്ക് വന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ മകനെ അറുക്കാൻ അള്ളാഹു ഓർഡർ നൽകി. മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നിന്നെ അറുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മുവഹീദിന്റെ ചില പാഠങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചാലും അത് നമ്മുടെ മനസ്സിന് യോജിക്കുന്നില്ല, ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നതിനപ്പുറം റബ്ബ് കൽപ്പിച്ചു, നമ്മളത് അനുസരിച്ചു, അത് പ്രാവർത്തികമാക്കി എന്നൊരു പാഠമാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകുന്നത്. 7 വർഷത്തിന് ശേഷം തിരിച്ച് മക്കളെ കാണാൻ വരികയും ആ മകന്റെ കയ്യും പിടിച്ച് മിനായിലെ പാറക്കെട്ടിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അറക്കാൻ ചെല്ലുകയും ചെയ്യുന്ന ഒരു പിതാവിന്റെ മനസ്സ്, അത് വായിച്ചെടുക്കാൻ അല്പം ബുദ്ധിയൊന്നും വേണ്ട. ഒരല്പം മനുഷ്യത്വമുള്ള ഏതൊരാൾക്കും ഒരു പിതാവിന്റെ മാനസികാവസ്ഥ വായിച്ചെടുക്കാവുന്നതാ. അതാണ് പ്രിയമുള്ളവരെ അടിമത്തം സമർപ്പിക്കുക എന്ന് പറയുന്നത്. ആ ഒരു പാഠമാണ് ഹജ്ജിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹജ്ജ് സ്വീകരിക്കപ്പെടാൻ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അൽ ഇഖ്ലാസു ലില്ലാഹ്, പരിപൂർണ്ണ മുവഹിദായി കൊണ്ടായിരിക്കണം ഹജ്ജിന് വേണ്ടി നമ്മൾ പോകേണ്ടത്. രണ്ടാമത്തത് മുതാബഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാണിച്ചു തന്നുവോ അതേപോലെ ആയിരിക്കണം നമ്മുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചല്ല ഹജ്ജ് കർമ്മം നമ്മൾ ചെയ്യേണ്ടത്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖുദു അന്നി മനാസികക്കും, ഞാനിതാ ഹജ്ജ് കർമ്മം നിർവഹിച്ച് കാണിച്ചു തരാൻ പോവുകയാണ്, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കണം എങ്ങനെ ഹജ്ജ് ചെയ്യണം എന്നുള്ളത്. അത്ര ഗൗരവത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഷർത്ത്, അത് റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്ന പോലെ ആയിരിക്കണം നമ്മുടെ ഹജ്ജിന്റെ അമാലുകൾ. മൂന്നാമതായി മിമ്മാലിൻ ഹലാൽ, ഹലാലായ സമ്പത്തിലൂടെ ആയിരിക്കണം നമ്മൾ ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത്. വഞ്ചനയിലൂടെയും കള്ളക്കച്ചവടത്തിലൂടെയും ചതിയിലൂടെയും പലിശയിലൂടെയും നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, ഹറാമിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം, അത് ഭക്ഷിക്കുന്ന മനുഷ്യ ശരീരം ഫഹുവ ഔലാ ബിന്നാർ, അതാണ് നരകത്തിൽ കത്തിക്കപ്പെടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹറാമായ സമ്പത്ത് കൊണ്ടുള്ള ഹജ്ജുകൾ അള്ളാഹു സ്വീകരിക്കുന്നതല്ല. നാലാമതായി പണ്ഡിതന്മാര് പറഞ്ഞതായി യകൂന ഖാലിയം മിനൽ മആസി, തെറ്റുകുറ്റങ്ങളില്ലാത്ത ഹജ്ജായിരിക്കണം. അവിടെ ചെന്നുകൊണ്ട് വാക്ക് തർക്കങ്ങളും പിണക്കങ്ങളും ഇതൊക്കെ അവസാനിപ്പിച്ച് പരിശുദ്ധമായ ഹൃദയത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത്. അതിലൂടെ മാത്രമേ നമ്മൾ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. പറഞ്ഞു വന്നത്, ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നതും ഈ 10 ദിവസങ്ങളിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹത്വമുള്ള പ്രാധാന്യമുള്ള ഈ 10 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക, നഷ്ടപ്പെടുത്താതെ, ഗാഫിലീങ്ങളുടെ കൂട്ടത്തിൽപ്പെടാതെ, അശ്രദ്ധമായി കളയാതെ വളരെ ഗൗരവത്തോടുകൂടി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറെ ബഹുമാനപ്പെട്ട വിശ്വാസിനികൾ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് മുത്തക്കികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ നമ്മൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു മയ്യത്ത് പരിപാലന സദസ്സിൽ പങ്കെടുത്തപ്പോ ആ മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ജനങ്ങളെല്ലാം തയ്യാറായി നിന്നു. എന്നിട്ട് അവിടുത്തെ ആ പള്ളിയിലെ ഇമാമ് മൈക്കിൽ അനൗൺസ്മെന്റ് ചെയ്തു, ഈ മയ്യത്തിന്റെ മകൻ എത്രയും പെട്ടെന്ന് ആദ്യത്തെ സഫിലേക്ക് വരണം, എന്നിട്ട് ഇമാമായി നമസ്കരിക്കണം. ജനങ്ങളെല്ലാം അന്വേഷിച്ചു, എവിടെയാണ് ഈ മയ്യത്തിന്റെ മകൻ. അവസാനം പിറകിലെ സഫിന്റെ മൂലയിൽ ചെന്ന് പൊട്ടിക്കരയുന്ന മകനെ തന്റെ കൂട്ടുകാരൊക്കെ പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നു നിസ്കരിക്കാൻ. ആ മകൻ കരഞ്ഞത് ഉപ്പയുടെ വേർപാടിലല്ല, ഉപ്പയുടെ മരണത്തെ ഓർത്തല്ല, മറിച്ച് എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, മയ്യത്ത് നിസ്കരിക്കാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മകൻ കരയുന്നത്. ജനങ്ങളെല്ലാം രണ്ടാമത്തെ മകന്റെ അടുക്കലേക്ക് പോയി. 3 മക്കളാണ് അദ്ദേഹത്തിന്. രണ്ടാമത്തെ മകന്റെ അടുക്കലേക്ക് പോയി, ഓനെ കാണാനില്ല. അന്വേഷിച്ചപ്പോൾ വുദൂ ചെയ്യുന്ന അവിടെ നിന്ന് കരയുകയാണ്. ഓനും പറയാം,
എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല, മയ്യിത്ത് നിസ്കരിക്കാൻ അറിയില്ല. ഉസ്താദ് പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം നീ ബാ. അപ്പൊ മോൻ പറഞ്ഞത്, ഇല്ല ഉസ്താദ്, എനിക്ക് ദുആക്കളൊന്നും അറിയില്ല, എന്റെ ഉപ്പാക്ക് അവസാനമായി ചെയ്യുന്ന അമലല്ലേ, അത് നിങ്ങൾ എന്നെ ഭംഗിയായി അങ്ങ് ചെയ്തേക്കുക, എനിക്കത് ചെയ്യാൻ അറിയില്ല എന്ന്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ മരിച്ചു കിടക്കുമ്പോ അവസാനമായി നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദുആ മാത്രമാണ്. ആ ദുആ പോലും നമുക്ക് തരാൻ സാധിക്കാത്ത മക്കൾ നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങളാണ് ബാക്കിയാകുന്നത്. ഒരുപാട് കേട്ട ഹദീസാണ്, ഒരുപാട് കേട്ടതാണ് നമ്മൾ. എങ്കിൽ ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഇറക്കി വെക്കേണ്ട ചില വാക്കുകൾ റസൂൽ പഠിപ്പിക്കുകയാണ്. അതിന് 3-മതായി റസൂൽ പറഞ്ഞത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, മരണശേഷം ഉപ്പയുടെ മയ്യത്തിന്റെ തലഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായി നിസ്കാരത്തിലൂടെ മക്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്ന മക്കൾ. അതാണ് പ്രിയമുള്ളവരെ നമ്മൾ ദുനിയാവിൽ വിട്ടേച്ചു പോകുന്ന സമ്പത്തിൽ ഏറ്റവും വലുതെന്ന് തിരിച്ചറിയാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കേണ്ടതില്ല. വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെ നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ടോ? മരിച്ചു കിടക്കുമ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അതല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഇസ്തിഗ്ഫാറെങ്കിലും പറയാൻ എന്നെ മക്കളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കണം, എന്താണ് എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചത്? പ്രിയമുള്ളവരെ, മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ഒരു ഖത്തീബിന്റെയോ അതല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന മുദരിസിന്റെയോ പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം മാത്രമല്ല. അത് ഈ ഇരിക്കുന്ന ഓരോരുത്തരും, ഓരോ രക്ഷിതാക്കളും അവരുടെ വീടിന്റെ അടുക്കള കാര്യങ്ങൾ നന്നായി അറിയുന്ന നിങ്ങളാണ്. നിങ്ങളുടെ മക്കൾ എങ്ങനെ, നിങ്ങളുടെ ഭാര്യമാരെങ്ങനെ, നിങ്ങളുടെ പെങ്ങന്മാരെങ്ങനെ എന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത്, ദർസിൽ പഠിപ്പിക്കുന്ന മുദരിസിനേക്കാൾ കൂടുതൽ അറിയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നുകൊണ്ട് മകൻ അടുത്ത് വിളിച്ച് അല്ലെങ്കിൽ മകളെ അടുത്ത് വിളിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ എങ്കിലും തെറ്റാതെ ഓതാൻ എന്റെ മക്കൾക്ക് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതേപോലെ മയ്യത്ത് പരിപാലന രീതികൾ, മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ചെയ്യേണ്ട പ്രാർത്ഥനകൾ, നിത്യമായി ചെയ്യുന്ന ഫർദ് നമസ്കാരത്തിൽ ചെയ്യുന്ന ദുആ ദിക്റുകൾ, അതൊക്കെ എന്റെ മക്കൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളും ഖേദിക്കേണ്ടി വരും. ആ മയ്യത്ത് വിലപിച്ചതുപോലെ, ആ മയ്യത്ത് സങ്കടപ്പെട്ടതുപോലെ നമ്മളും പള്ളിക്കാട്ടിൽ ചെന്ന് കയറുമ്പോ സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും, വേദനിക്കുന്ന അവസ്ഥയുണ്ടാകും. എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, എനിക്ക് വേണ്ടി റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, എനിക്ക് വേണ്ടി റബ്ബിനോട് ഇസ്തിഗ്ഫാർ പറയാൻ ഒരു മക്കളും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന ഒരു ദിവസം വരുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ, സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. മദ്രസ വിദ്യാഭ്യാസം എന്നുള്ളത് 6-ാം ക്ലാസ്സും 7-ാം ക്ലാസ്സും പഠിച്ചാൽ നിർത്താണ്ടതല്ല, മറിച്ച് ഒരു ജീവിതം മുഴുവനും പഠിക്കേണ്ടതാണ്. ചില വിദ്യാഭ്യാസങ്ങൾ, ചില സർട്ടിഫിക്കറ്റിന്റെ കോഴ്സുകൾ 5ഉം 6ഉം വർഷം പഠിച്ചാൽ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും, ഒരുപാട് സമ്പാദിക്കാൻ പറ്റും. പക്ഷേ എവിടെ വരെ ഹത്താ സുർത്തുമുൽ മഖാബിർ, മഖ്ബറ വരെ ഖബറിൽ ചെന്ന് കൊണ്ടുവച്ചാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, നിങ്ങളുടെ ശമ്പളങ്ങൾ, നിങ്ങളുടെ സമ്പത്തുകൾ, നിങ്ങളുടെ പേരും പ്രശസ്തിയും ഇതൊന്നും പ്രിയമുള്ളവരെ ഖബറിൽ ഉപകാരപ്പെടൂല. ആ ഖബറിൽ ഉപകാരപ്പെടുന്ന തുടർന്നങ്ങോട്ട് ബർസഖിന്റെ ലോകത്ത് മഹ്ശറയിൽ ഓയിടത്തും, സിറാത്തിലും ഹൗദിലും മഹ്ശറിലും ഹിസാബിലും മീസാന്റെ അടുക്കലും ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിവ്, അത് മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ആ ചെറിയ ചെറിയ അറിവുകൾ മാത്രമാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ബാക്കിയാകുന്നത്. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും ഇതാ മദ്രസ തുറക്കാനിരിക്കുകയാണ്. ഓരോ രക്ഷിതാക്കളും തന്റെ മക്കളെ ചെന്ന് കണ്ട് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. നീ എത്രത്തോളം ഖുർആൻ ഓതാൻ പഠിച്ചിട്ടുണ്ട്? ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, അവസാന നാളെ മഹ്ശറയിൽ നമ്മൾ വരുമ്പോ മക്കൾ വരും നമ്മുടെ അടുക്കലേക്ക്, നമ്മുടെ നെഞ്ചത്ത് കയറി ചവിട്ടും. എന്നിട്ട് പറയും, സൂറത്ത് സുമറിൽ അള്ളാഹു വിശേഷിപ്പിച്ചതുപോലെ, അല്ലാഹുവേ ഇജ്അൽഹുമാ തഹ്ത അഖ്ദാമിന, ഇജ്അൽഹുമാ തഹ്ത അഖ്ദാമിന, നമ്മുടെ നേതാക്കന്മാരെയും നമ്മുടെ മാതാപിതാക്കളെയും എന്റെ കാലിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് തരണം, ഞാൻ അവരുടെ നെഞ്ചത്ത് കയറി ചവിട്ടട്ടെ എന്ന് മക്കള് സ്നേഹനിധികളായ പിതാവിന്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു രംഗം നാളെ മഹ്ശറയിൽ വരാനുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം കാട്ടിക്കൂട്ടലുകളല്ല, സമുദായത്തിന്റെ ചില ആദത്തുകളല്ല, മറിച്ച് ബർസഖിയായ ലോകത്ത്, കാലാകാലം അവസാനിക്കാത്ത ലോകത്തിന് വേണ്ടി എന്തൊക്കെയാണോ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുന്നത് അത് ഈ മദ്രസ വിദ്യാഭ്യാസത്തോടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ മക്കളെയും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം, ഫിഖിന്റെ കിതാബുകൾ പഠിപ്പിക്കണം, നിസ്കാരം പഠിപ്പിക്കണം. ഇപ്പൊ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ
പിന്നെ ഖേദിച്ചതുകൊണ്ട് പ്രിയമുള്ളവരെ കാര്യമുണ്ടാകുകയില്ല. വളരെ ഗൗരവത്തോടുകൂടി മദ്രസയുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉമ്മമാര് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം അവരുടെ സ്കൂളിലെ വിദ്യാഭ്യാസത്തിന്റെ ഓരോ കാര്യങ്ങളും വളരെ ഗൗരവത്തോട് ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അവർക്ക് വേണ്ട ഹോംവർക്കുകൾ നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടത്, അതിന് പകരമായി ആ സ്കൂൾ വിദ്യാഭ്യാസത്തിന് മുന്നേയായി ഖുർആനിന്റെ ഒരു പേജെങ്കിലും എന്റെ മക്കൾ മഗ്‌രിബിന് ശേഷം ഓതാറുണ്ട് എന്ന് ഓരോ ഉമ്മമാരും വിലയിരുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, കൈകടിക്കുന്ന എന്ന് പറയുന്ന ഒരു രംഗം വരും. കൈകടിക്കും, എന്നിട്ട് പറയും യാ ലൈതനി, എന്തൊരു കഷ്ടമാണ്, എന്തൊരു നാശമാണ്, ഒരല്പസമയം ദുനിയാവിലേക്ക് മടക്കി തന്നിരുന്നെങ്കിൽ എന്റെ മക്കളെ ഞാൻ ഒരുപാട് പഠിപ്പിക്കുമായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ അതുണ്ടാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില സ്കൂളുകളിൽ അവിടെ മദ്രസ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചേർക്കുന്നത്. പക്ഷേ അതൊക്കെ വെറും പേരിന് മാത്രമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദർസുകൾ മക്കൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അത് നടന്നോട്ടെ അതിന്റെ വഴിക്ക്. മറിച്ച് നിങ്ങൾ ഒരിക്കലും സ്കൂളിൽ മദ്രസ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ ദർസിൽ നിന്നും ഒഴിവാക്കാൻ പാടില്ല. അത് വലിയ അപകടത്തിലേക്കും വലിയ നാശത്തിലേക്കുമായിരിക്കും നിങ്ങളുടെ മക്കളെ കൊണ്ടുചെല്ലുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ജാഗ്രതയോടുകൂടി മക്കളുടെ മദ്രസ വിദ്യാഭ്യാസം വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും കണ്ണിന് കുളിർമ നൽകുന്ന നല്ല സന്താനങ്ങളാക്കി നമ്മുടെ മക്കളെ മാറ്റുമാറാകട്ടെ. നമ്മൾ മരിച്ചു ചെല്ലുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ സന്തോഷത്തോടെ കഴിയുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. اللهم ثيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.